നമ്മൾ ഈ വെബ് സീരീസ് ചെയ്തപ്പോ തൊട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു അതിനകത്ത്. എന്ന് വെച്ചാൽ അല്ല റൊമാൻസിന്റെ മാത്രമല്ല, അവര് ഈ രണ്ട് ക്യാരക്ടർ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് ആ ഒരു ക്യാരക്ടറിൽ തന്നെ നമ്മളായി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഒരു ഈ കണക്ഷൻ ആണുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ അടിയും വഴക്കും അല്ലെങ്കിൽ എന്താ പറയണ്ട ഒരു അങ്ങനെ ഒരു വേറൊരു രീതിയിലേക്ക് ഇതുവരെ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതായത് മറ്റേ അബിവേഡ്സ് അതിന്റെ 2021 ആണോ? ലാസ്റ്റ് ആ ടൈമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അബി മഹി അല്ല, അന്ന് ആ ടൈമിൽ അബിവേഡ്സ് മഹി ആയിരുന്നു. അത് ഒരു എനിക്കൊന്ന് ഒരു 3 ഇയർ പോയി കാണും. അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ വീണ്ടും തുടങ്ങാൻ പോകും അബി മഹി. അത് ഭയങ്കര നല്ല വ്യൂവേഴ്സ് ഉള്ള ഒരു പ്രോഗ്രാം. പേര് മാറ്റി അബി മഹി. അതെ, അങ്ങനെ അത് പ്രേക്ഷകരുടെ നിർബന്ധപ്രകാരമാണ് അതിപ്പോ വീണ്ടും തുടങ്ങുന്നത്. ആ ടൈമിൽ ഒരു ലോക്കൽ ചാനലിലായിരുന്നു ആ ഒരു പ്രോഗ്രാം പൊക്കോണ്ടിരുന്നത്. പക്ഷെ നല്ല വ്യൂസ് ആയിരുന്നു. യൂട്യൂബിനകത്തൊക്കെ 1 മില്യൺ 2 മില്യൺ അങ്ങനെ പോകുമായിരുന്നു. വെറുതെ തുടങ്ങിയതായിരുന്നു ആ പ്രോഗ്രാം. പിന്നെ അത് ആ ഒരു ചാനലിൽ നിന്നും വേറൊരു ചാനലിൽ ഡയറക്ടർ തുടങ്ങി, ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങി. അതിൽ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അതെ അതെ, അത് ഭയങ്കര ഹിറ്റ് ആയിട്ട് അന്ന് എല്ലാരും ഭയങ്കര ഇതല്ലേ, 2 മില്യൺ വരെയൊക്കെ എത്തിയല്ലേ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, എല്ലാരും കാണുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമാണ്. കാരണം നമ്മള് ഒരു വീടിനകത്ത് ഒരു ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് നടക്കുന്നതാ. പിന്നെ ഇഷ്ടമാണ്, പരസ്പരം ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ നമ്മൾ പുറമെ ഭയങ്കര അടിയാണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളതും റൊമാൻസ് അങ്ങനെയൊക്കെ വരുന്ന ഒരു അടിപൊളി ഒരു സിക്കോം പോലത്തെ